ഹലോ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ആറന്മുള അമ്പലത്തിലാണ് കേട്ടോ. തിരുവാറന്മുളപ്പൻ്റെ അവിടെ ഞങ്ങളിങ്ങനെ തുളസിയും താമരയൊക്കെ ആയിട്ട് ഞങ്ങൾ ക്യൂവിൽ വെയിറ്റ് ചെയ്യാണ്. കാരണം ഉത്സവം നടക്കുകയാണ്. അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. പാറുക്കുട്ടി ഡാൻസിന് പോകാൻ വേണ്ടിയിട്ട് ചുരിദാറൊക്കെ ഇട്ടിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പാറുക്കുട്ടിയുടെ ഡാൻസ് സ്കൂളിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ അമ്പലവും. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ തൊഴുതിട്ട് അങ്ങനെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. കണ്ണൻകുട്ടനെ ഓൾറെഡി നമ്മൾ പാട്ടിന് കൊണ്ടുപോയിട്ട് വിട്ടു കേട്ടോ. കാരണം അവന് കുറച്ച് നേരത്തെ തുടങ്ങും. അങ്ങനെ നമ്മൾ തൊഴുതൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അമ്പലത്തിൽ ഓട്ടംതുള്ളൽ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ച് നേരം നിന്നിങ്ങനെ കണ്ടു. ഒരുപാട് നേരമൊന്നും കണ്ടില്ല, ജസ്റ്റ് കുറച്ച് നേരം നിന്നുള്ളൂ. അപ്പോഴത്തേക്കും പാറുക്കുട്ടീനെ ഡാൻസിന് കൊണ്ടുവരുന്ന ടൈമായി. അപ്പോൾ ഇത് രാവിലെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ പെട്ടെന്നൊന്ന് തൊഴുതിറങ്ങി കുറച്ച് നേരം ഓട്ടംതുള്ളലും കണ്ട് പിന്നെ ഞാൻ വേഗം പാറുവിനെയും കൊണ്ട് ക്ലാസ്സിലേക്ക് പോകുമായിരുന്നു. കാരണം ഓൾറെഡി പാറുവിന് ഡാൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാറുവിനെ ഡാൻസിനൊക്കെ വിട്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലൊക്കെ വന്നു കേട്ടോ. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈവനിങ് ആയപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരുങ്ങി അമ്പലത്തിലേക്ക് പോവുകയാണ് കേട്ടോ. ഞങ്ങൾ 4 പേരും കൂടിയും അമ്പലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ 8ാം ഉത്സവത്തിൻ്റെ അന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അമ്പലത്തിൽ എത്തിയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ എന്താ പറയുക, 8ാം ഉത്സവത്തിൻ്റെ അന്ന് സേവയൊക്കെ തുടങ്ങാനുള്ള ഇതായിരുന്നു. അതുപോലെ വേലകളിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് അകത്തൊക്കെ കയറി തൊഴുതു വന്നു. അപ്പോൾ നമ്മുടെ തിരുവാറന്മുളപ്പൻ്റെ ആനയിൽ ഇങ്ങനെ എഴുന്നള്ളയാണ് അല്ലേ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അതൊക്കെ കണ്ടിങ്ങനെ നിന്നു. പിന്നെ വേലകളിയും കുറച്ച് നേരമൊക്കെ കണ്ട് നിന്ന് പിന്നെ അതെല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയി കേട്ടോ. ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ബൈ.